ബിജെപിയെ പുകഴ്ത്തിയ മാർ ജോസഫ് പാംപ്ലാനിയുടെ പരാമർശത്തെ ചൊല്ലി സിപിഎമ്മും തലശ്ശേരി അതിരൂപതയും നേർക്കുനേർ. പാംപ്ലാനി വലിയ അവസരവാദിയാണെന്ന എം വി ഗോവിന്ദന്റെ പരാമർശത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകുകയാണ് അതിരൂപത. ഗോവിന്ദച്ചാമി പറയും പോലെ ഗോവിന്ദൻ സംസാരിക്കരുത് എന്ന് ഫാദർ ഫിലിപ്പ് കവിയിൽ തുറന്നടിച്ചു. രാഷ്ട്രീയ വിമർശനത്തെ നേരിടാനുള്ള കെൽപ്പ് ചില ബിഷപ്പുമാർക്കില്ല എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു. മൈക്ക് കണ്ടപ്പോൾ കുറേ ആളുകളെ കണ്ടപ്പോൾ സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഈ ഒരു CPM പോലെയുള്ളൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ചേർന്നതല്ല എന്ന് ഇവിടുത്തെ കേരളീയ പൊതുജനം വിലയിരുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ അതനുസരിച്ച് സംസാരിക്കുന്നതല്ലെന്നല്ലേ. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളിലുള്ള ആഗ്രഹമാണോ എന്ന് ഞങ്ങൾ സംശയിച്ചാൽ ഞങ്ങൾ കുറ്റം പറയേണ്ടി വരികയല്ല. ഒരു മൂന്നാം പിണറായി സർക്കാർ വേണ്ട എന്ന് അവർ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ കണ്ടറിയണം. ഡിവൈഎഫ്ഐയുടെ പ്രസ്താവനയെ കുട്ടിക്കളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചാൽ RSSൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നാണ് അവർ ധരിക്കുന്നത്. അവർക്ക് RSSനെ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അതീവ ദുഃഖമുണ്ട്. അവരുടെ വിചാരധാരയിൽ തന്നെ പറയുന്നത് ഒന്നാമത്തെ ശത്രു മുസ്ലിം, രണ്ടാമത് ക്രിസ്ത്യാനി, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ്. അപ്പോൾ അതെല്ലാം തിരുത്തി പറയാനല്ലേ ഇത്തരം പുരോഹിതന്മാർ ശ്രമിക്കേണ്ടത്. CPMനെയും ഇടതുപക്ഷത്തെയും ഡിവൈഎഫ്ഐയും തെറി പറഞ്ഞാൽ RSSന്റെ പിന്തുണ കൂടുതൽ ഉറപ്പിക്കാം എന്നാണ് ഇപ്പോഴും ഇവരെല്ലാം ധരിച്ചു വെക്കുന്നത്. ഇവരോടെല്ലാം എന്താണ് മറുപടി പറയേണ്ടത്? അർജുൻ കല്യാണ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ ശക്തമായ വിമർശനമാണ് ഇപ്പോൾ പാംപ്ലാനിക്കെതിരെ. സഭയെ ആകെ വിമർശിക്കുന്നില്ല, പാംപ്ലാനിക്കെതിരെയാണ് വിമർശനം. തിരിച്ച് പാംപ്ലാനിക്ക് വേണ്ടി സഭയുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം എം വി ഗോവിന്ദനെ ഗോവിന്ദച്ചാമിയോട് ഉപമിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം? സഭ പിന്നീട് അത് വിശദീകരിക്കുന്നുണ്ട്. അർജുൻ, സ്മൃതി, അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണത്തിന് എന്തായാലും ആ പ്രതികരണം നടത്തിയിട്ടുള്ള ഫാദർ ഫിലിപ്പ് കവിയിൽ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ പറയുന്ന അതിരൂപതയും അതുപോലെ തന്നെ പാർട്ടിയും CPIMും നേർക്കുനേർ ഒരു പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പോരിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഇന്നലെ എം വി ഗോവിന്ദൻ ഈ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു വിമർശനം നടത്തിയത്. അവസരവാദി എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ പാംപ്ലാനിയെ പരാമർശിച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ തന്നെ തലശ്ശേരി അതിരൂപത രൂക്ഷമായ രീതിയിലുള്ള ഒരു പത്രക്കുറിപ്പ് പുറത്തേക്കിറക്കിയിരുന്നു. യഥാർത്ഥത്തിലുള്ള അവസരവാദി CPIM ആണ് എന്നും യഥാർത്ഥത്തിൽ അവസരവാദം കാണിക്കുന്നത് എം വി ഗോവിന്ദനാണ് എന്നുള്ളതാണ് ഇന്നലെ നടത്തിയിട്ടുള്ള ആ പ്രസ്താവനയിൽ സൂചിപ്പിച്ചത്. ഇന്നിപ്പോൾ ഒരു പടി കൂടി കടന്നുകൊണ്ടാണ് ആ തലശ്ശേരി അതിരൂപതയുടെ തന്നെ പ്രധാനപ്പെട്ട ഫാദറായിട്ടുള്ള അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടറായിട്ടുള്ള ഫാദർ ഫിലിപ്പ് കവിയിൽ ഒരു പ്രതികരണം നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് സ്ഥലകാല ബോധമില്ലാതെ മൈക്കും കുറേ ആളുകളെയും ഒക്കെ കണ്ടപ്പോൾ എം വി ഗോവിന്ദൻ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. നേരത്തെ തന്നെ എം വി ഗോവിന്ദൻ ഇത്തരം ചില പ്രതികരണങ്ങൾ നടത്തിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ ആളുകളെ കാണുമ്പോഴും മൈക്ക് കാണുമ്പോഴും എല്ലാം വിളിച്ചു പറയരുത് തുടങ്ങിയിട്ടുള്ള ശാസന നൽകിയതാണ്. ഇപ്പോഴും ആ ശാസന കൊണ്ട് എം വി ഗോവിന്ദൻ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം ഒരു പ്രതികരണം പിതാവിനെതിരെ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ കവിയിൽ പിതാവ് പറഞ്ഞിരിക്കുന്നുള്ളത്. എന്നാലും അതിനുശേഷവും ഡിവൈഎഫ്ഐയുടെ നേതാവ് തന്നെ അതിനേക്കാൾ അല്ലെങ്കിൽ ഒരു പടി കൂടി കടന്നിട്ടുള്ള ഒരു പ്രതികരണം നടത്തി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ RSSനെതിരെ അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനത്തെ പ്രതിരോധിക്കാനും രാഷ്ട്രീയ വിമർശനത്തിന് മറുപടി പറയാനുമില്ല കെൽപ്പില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ, അതായത് ഗോവിന്ദൻ മാസ്റ്ററെ ഗോവിന്ദച്ചാമിയോട് ഉപമിച്ചുകൊണ്ടും ഡിവൈഎഫ്ഐ നടത്തിയിട്ടുള്ള വിമർശനത്തെ കുട്ടിക്കളിയോടൊക്കെ ഉപമിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രതികരണത്തെ കാണേണ്ടത്. അത് രാഷ്ട്രീയ വിമർശനത്തിന് മറുപടി പറയാനുള്ള കെൽപ്പില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. എന്തായാലും ഇങ്ങനെ അതിരൂപതയും ഡിവൈഎഫ്ഐയും CPMും ഒക്കെ ഒരു പരസ്പരം പോരിലേക്ക്, ഒരു തമ്മിത്തല്ലിലേക്ക് അല്ലെങ്കിൽ ഒരു നേർക്കുനേർ മുഖാമുഖം നിന്നുകൊണ്ടുള്ള ഒരു പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കൂടുതൽ രാഷ്ട്രീയ സ്ഥിതിഗതികളെ മറ്റൊരു ദിശയിലേക്ക് മാറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും CPM നേരത്തെ തന്നെ ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിന് ശേഷം പാംപ്ലാനി നടത്തിയിട്ടുള്ള പ്രതികരണത്തിനെതിരെ രൂക്ഷമായ രീതിയിൽ തന്നെ പ്രതികരണം നടത്തിയതാണ്. അതിപ്പോൾ ഒരു പടി കൂടി കടന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു പടി കൂടി കടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം ഡിവൈഎഫ്ഐയും CPIMും നടത്തുന്നു എന്ന് മാത്രമാണ്. പക്ഷേ അതിന് അതേ രീതിയിൽ തന്നെ തിരിച്ചടി നൽകുന്ന നേതൃത്വത്തെ, അതിരൂപതാ നേതൃത്വത്തെ നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷേ സഭയുടെ ഒരു അധ്യക്ഷനെതിരെ അല്ലെങ്കിൽ അതിരൂപതയുടെ അധ്യക്ഷനെതിരെ അത്തരം ഒരു പ്രതികരണം CPMന്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ കയ്യും കെട്ടി ഞങ്ങൾ നോക്കി നിൽക്കില്ല, ഞങ്ങളും അതേ രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി വേണം നമുക്ക് അതിരൂപതയുടെ ഈ പ്രതികരണത്തെ കാണാൻ വേണ്ടി. വിവരങ്ങൾ നൽകിയത്.